ഹലോ ഗൈസ്, അപ്പോൾ മാക്ബുക്കോ മാക് മിനിയൊക്കെ എടുക്കാൻ പ്ലാൻ ഇട്ടവര് പൊട്ടലും ഊമ്പി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പിൾ പെട്ടെന്ന് ഈ ഒരു പ്രൈസ് ഹൈക്ക് നടത്തിയത്, എപ്പോൾ ഈ ഒരു പ്രൈസ് തിരിച്ച് പഴയ പോലെ എത്തും എന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന ഒരു സംഭവമാണ്, ഇപ്പോൾ ഗ്ലോബലായിട്ട് മെമ്മറിന്റെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഞാൻ പണ്ടൊരു 7500 പർച്ചേസ് ചെയ്ത ഒരു ലാപ്ടോപ്പ് റാം 32 GB ഒരു ലാപ്ടോപ്പ് റാമിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 40,000 മുകളിലാണ് ഗൈസ്. ഏകദേശം 4 ടൈംസിന് മുകളിലാണ് ഇപ്പം റാമിന്റെ ഒക്കെ പ്രൈസ് കൂടിയിട്ടുള്ളത്. ഈ ഒരു ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിന് വളരെ ലാഭമുള്ള കാര്യമാണ് ഈ AI ഡാറ്റാ സെന്റേഴ്സിനൊക്കെ ഈ ചിപ്പ് സെല് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആപ്പിൾ പോലത്തെ ഒരു കൺസ്യൂമർ കമ്പനിക്ക് ഈ ഒരു ചിപ്സ് ഒക്കെ കൊടുക്കുന്നതിൽ അവർക്ക് വലിയൊരു ലാഭം കിട്ടില്ല. അപ്പോൾ അവർ ഒബ്വിയസ്ലി പ്രോഫിറ്റ് നോക്കി അവർ AI ഡാറ്റാ സെന്റേഴ്സിനാണ് എല്ലാ ചിപ്സും കൊടുക്കുന്നത്. അപ്പോൾ മാക്ബുക്സിന്റെ മാക്മിനിന്റെ ഒക്കെ കേസിൽ ഒരു ഫൈനൽ നെയിൽ ഇൻ ദ കോഫി എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ കൺസ്യൂമർ ഡിവൈസസിൽ ഏറ്റവും നന്നായിട്ട് AI മോഡൽസിനെ റൺ ചെയ്യാൻ സാധിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ ആപ്പിൾ ഡിവൈസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു AI ഹൈപ്പ് സൈക്കിൾസ് വരുമ്പോൾ ആപ്പിളിന്റെ ഡിവൈസസിന്റെ പ്രൈസ് എപ്പോഴും ഇങ്ങനെ കൂടാറുണ്ട്. ഇപ്പോൾ ഒരു സാഡ് ന്യൂസ് എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഈ ഒരു പ്രൈസ് ഹൈക്ക് കുറയാൻ പോകുന്നില്ല. കാരണം ഈ ഒരു AI ബബിൾ ഈ അടുത്തൊന്നും ബേസ്റ്റ് ചെയ്യുന്ന ഒരു ലക്ഷണമല്ല. ഇങ്ങനെ ഹൈപ്പ് കൂടി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ മേജർ ആയിട്ടുള്ള ചിപ്പ് മാനുഫാക്ചറേഴ്സ് ഒക്കെ 2028 ഈ ഒരു ക്ഷാമം തീരുന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം. ഈ ഒരു പ്രൈസ് ഹൈക്ക് ട്രിക്കിൾ ഡൗൺ ആയി വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് മൊബൈൽ ഡിവൈസസുകളിലാണ്. അതായത് മൊബൈൽ ഫോണുകളൊക്കെ പ്രൈസ് ഇപ്പം തന്നെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അധികം വൈകാതെ ഈ ഒരു പ്രൈസ് ഹൈക്കൊക്കെ തിരിച്ച് പഴയ പോലെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലും ജസ്റ്റ് ഫോളോ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. ആപ്പിളിന്റെ ഒക്കെ ഡിവൈസസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ